ഹായ് മക്കളെ, എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും A+ ട്യൂഷൻ സെന്ററിന്റെ മറ്റൊരു മാത്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 10ാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ ആയ അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്രയിലെ, അതായത് സമാന്തര ശ്രേണിയും ബീജഗണിതവും എന്ന പാഠഭാഗത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ സിമ്പിളായ ചോദ്യമാണ്, പക്ഷെ പല കുട്ടികളും തെറ്റിക്കുന്ന ഒരു ചോദ്യമാണ്. എക്സാമിന് ഷുവറായും ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ കൂടിയാണിത്. അതുകൊണ്ട് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ മുഴുവനായും കാണുക. ഈ ഭാഗത്തു നിന്നും ഒരു മാർക്ക് പോലും നഷ്ടപ്പെടാതെ നിങ്ങൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. പല കുട്ടികൾക്കും ഈ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ വളരെ കൺഫ്യൂസിംഗ് ആണ്. നമ്മുടെ ബീജഗണിതം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകാനും തെറ്റാനും ഒക്കെ സാധ്യത കൂടുതലുള്ള ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കുക ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കുക എന്നാണ് ചോദിക്കുക. അപ്പോ നമുക്കിവിടെ രണ്ട് ടൈപ്പ് ഓൾജിബ്രിക് ഫോം ആണ് ഉള്ളത്. ഓൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസും അതേപോലെ ഓൾജിബ്രിക് ഫോം ഓഫ് സമ്മും. ഇത് രണ്ടും ആദ്യം എന്താണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ശ്രേണിയുടെ ബീജഗണിത രൂപം അല്ലെങ്കിൽ ഓൾജിബ്രിക് ഫോം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു സമാന്തര ശ്രേണിയുടെ n-ാം പദം, അതായത് 1-ാം പദം, 2-ാം പദം, 3-ാം പദം, ഇങ്ങനെ n-ാം പദം കണ്ടുപിടിക്കുന്നു. ജനറൽ ആയിട്ട് നമ്മൾ n-ാം പദം nth ടേം കണ്ടുപിടിക്കുന്നു. ആ nth ടേമിനെ പറയുന്ന പേരാണ് ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം. എന്താണ് n-ാം പദം അല്ലെങ്കിൽ xn കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d എന്നതാണ്. അതിൽ d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് ആണ്, പൊതുവ്യത്യാസമാണ്. f എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്. ആ ഇക്വേഷൻ ഒന്ന് ആദ്യം കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഇനി പിന്നെ പറയുന്നുള്ളത് എന്താണ് ഓൾജിബ്രിക് ഫോം ഓഫ് സം, ഒരു സമാന്തര ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യത്തെ n പദങ്ങളുടെ തുക, n പദങ്ങളുടെ അല്ലെങ്കിൽ സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്, അത് നമ്മൾ കണ്ടുപിടിക്കുന്നതിന് പറയുന്ന പേരാണ് ഓൾജിബ്രിക് ഫോം ഓഫ് സം. നിങ്ങൾ ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാൻ വേണ്ടി പാടില്ല. കൃത്യമായിട്ട് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കുക. എന്താണോ ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളത് അതാണ് കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടത്. എസ് എൻ കണ്ടുപിടിക്കേണ്ട ഇക്വേഷനും കൂടി ഓർമ്മിച്ച് വെക്കാം. എസ് എൻ ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ടേംസ് ആണ്. n ടേമിന്റെ സമ്മ കണ്ടുപിടിക്കുമ്പോൾ n ഈക്വൽ എന്ത് കൊടുക്കണം? n എന്ന് കൊടുക്കാം. x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്, ആദ്യ പദമാണ്. xn എന്ന് പറഞ്ഞാൽ nth ടേം ആണ്, n-ാം പദമാണ്. മക്കളെ കൃത്യമായിട്ട് ഈ ഇക്വേഷൻ നന്നായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിച്ചു നോക്കുക. അതിൽ ഏതാണ് ചോദിച്ചിട്ടുള്ളതെന്ന് നോക്കി അതിനനുസരിച്ചുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കൃത്യമായിട്ട് നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേരാം. ഓക്കെ മക്കളെ, ഈ കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ചോദ്യമാണ്. ചോദ്യം നന്നായി വായിച്ചു നോക്കുക. ദി ഫസ്റ്റ് ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 8. ദി കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസ് ഈസ് 4. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ പദം 8ഉം, അതായത് എഫ് ഈസ് ഈക്വൽ ടു ആദ്യ പദം തന്നിട്ടുണ്ട് 8 ആണ്. അതേപോലെ കോമൺ ഡിഫറൻസ് ഓഫ് ദി സീക്വൻസീസ്, പൊതുവ്യത്യാസം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 4 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുള്ളത് റൈറ്റ് ദി ഓൾജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസ്, ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. എന്താണ് ബീജഗണിത രൂപം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? xn ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d എന്നാണ് ഇക്വേഷൻ. ഒന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ആ ഇക്വേഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എത്രയാണ് d എന്ന് പറയുന്നത്? d എന്ന് പറഞ്ഞാൽ മക്കളെ പൊതുവ്യത്യാസമാണ്, 4 ആണ്. അപ്പൊ dn എന്ന് പറഞ്ഞാൽ 4n, d എന്ന് പറഞ്ഞാൽ 4n പ്ലസ് എഫ് മൈനസ് ഡി, എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 8 ആണ്. 8 മൈനസ് ഡി എന്ന് പറഞ്ഞാൽ 4 ആണ്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് ഉത്തരമായി 4n പ്ലസ് 8 മൈനസ് 4 ഈസ് ഈക്വൽ ടു 4. ഇതാണ് മക്കളെ നമ്മുടെ ഒന്നാമത്തെ ആൻസർ. ഓൾജിബ്രിക് ഫോം ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്, സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എന്ന് പറയുന്നത് ഇതാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനോട്ട് പോകുന്നു. റൈറ്റ് ദി ഓൾജിബ്രിക് ഫോം ഓഫ് ദി സം ഓഫ് ദി സീക്വൻസ്, തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കുക. അതാണ് നമ്മുടെ രണ്ടാമത്തെ ചോദ്യം. തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ് എന്ന് ആദ്യം നോക്കാം. Sn ഈസ് ഈക്വൽ ടു n/2 ഇൻറ്റു x1 പ്ലസ് xn. ഇതാണ് തുകയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ n എന്ന് പറഞ്ഞാൽ എത്രയാണ് നോക്കാം. എന്ന് വെച്ചാൽ n ആണ്, അതായത് n ടേമിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്, n പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n ഈസ് ഈക്വൽ n തന്നെ കൊടുക്കുന്നു ഞാൻ. ഇനി x1 എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ്. നമ്മുടെ ഈ സീക്വൻസിന്റെ ആദ്യത്തെ പദം എത്രയാണ്? ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു 8 ആണ്. അപ്പൊ നമ്മൾ 8 എന്ന് കൊടുക്കുന്നു. ഓക്കെ,
ഇനി എന്താണ് എക്സ് എന്ന് പറഞ്ഞാല് മക്കളെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എക്സ് എന്ന് പറഞ്ഞാല് 4n+4 ആണ്. അപ്പോൾ ഇതിന് പകരം ഞാൻ 4n+4 ആണ് എന്ന് കൊടുക്കുന്നു. ഈ ഇക്വേഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്താൽ നമ്മുടെ ഉത്തരമായി. നോക്കിക്കോളൂ, n/2 ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ എങ്ങനെ സിമ്പിൾ ആക്കും? 8+4n+4 ഉണ്ട്. അതിന് ഞാൻ ഇങ്ങനെ എഴുതുന്നു, 4n ആദ്യം എഴുതുന്നു, 4n പ്ലസ് എത്രയാണ് 8+4 എന്ന് പറഞ്ഞാല് 8+4 = 12 ആണ്. ഇതിനെ നമ്മൾ വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. കാരണം ബ്രാക്കറ്റിന്റെ പുറത്ത് n/2 ഉണ്ട്, ബ്രാക്കറ്റിന്റെ ഉള്ളിൽ 4n ഉണ്ട്, 12 ഉണ്ട്. അപ്പൊ എന്താ വരിക? n/2 ഇൻറ്റു 4n പ്ലസ് n/2 ഇൻറ്റു 12 ഇങ്ങനെയാണ് വരിക. അതിനെ നമുക്ക് വീണ്ടും സിംപ്ലിഫൈ ചെയ്യാം. 4/2 കട്ട് ചെയ്ത് പോകുന്നു, ബാക്കി എന്തുണ്ട്? 2 ഉണ്ട്. അതേപോലെ 12/2 = 6 ആണ്. അപ്പൊ ബാക്കി വരുന്നത് ഒന്ന് എടുത്തെഴുതുക. n ഇൻറ്റു 2 ഇൻറ്റു n ആണ്, അതായത് 2n² പ്ലസ് n ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6n ആണ്. ഇതാണ് നമ്മുടെ ഉത്തരം. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓൾജിബ്രിക് ഫോം ഓഫ് ദി സീക്വൻസും ചോദിക്കാം, അതേപോലെ സം ഓഫ് ഓൾജിബ്രിക് ഫോമും ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഇക്വേഷൻസ് മനസ്സിലാക്കുക, നന്നായിട്ട് വായിച്ചു നോക്കിയ ശേഷം മാത്രം അറ്റൻഡ് ചെയ്യുക. ഈ വീഡിയോ മുഴുവനായും കണ്ട് അതിൽ പറയുന്ന കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായി ചെയ്തു പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.